എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ ലെക്ചർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് പോളിടെക്നിക്കിലേക്കുള്ള കേരള PSCയുടെ ഇൻ്റർവ്യൂ ഡേറ്റ്സ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ ജൂലൈ 10 വരെയാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് സ്ലോട്ടുകളും ഡേറ്റ്സും ഒക്കെ നിങ്ങൾക്ക് വഴിയെ നിങ്ങളുടെ PSC പ്രൊഫൈലിലും അതുപോലെ തന്നെ ഇൻറ്റിമേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ ഇൻ്റർവ്യൂവിനെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം. കാരണം നമ്മുടെ PSCയിലെ ഇൻ്റർവ്യൂവിന് നമുക്ക് കിട്ടുന്ന മാർക്കിന് ഒരു റേഞ്ച് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാം അല്ലേ. ഒരു 10 മുതൽ 14 വരെ മാർക്കിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഇനി ഞാനിതിൽ എന്താണ് ചെയ്യേണ്ടത്, കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതും റിട്ടൺ എക്സാമിന് ഞാൻ മാക്സിമം ചെയ്തു, ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയി, ഇനി എനിക്ക് എന്താണ് ഇതിൽ കൂടുതൽ ചെയ്യാനുള്ളത്. എന്നാൽ ഇൻ്റർവ്യൂ ഞാൻ എങ്ങനെ പോയാലും ഇത്രയും മാർക്കിൻ്റെ ഇടയിൽ കിട്ടും, അതിപ്പോൾ കുറച്ച് 1-2 മാർക്ക് കുറഞ്ഞാലോ കൂടിയാലോ അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നായിരിക്കും പലരും ചിന്തിക്കുക. അതിൽ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർ പലരും വലിയ ഹോപ്പൊന്നും ഇല്ലാതെ ആയിരിക്കും ഇരിക്കുക. നമുക്കൊന്ന് നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് നമുക്കറിയാവുന്ന പോലെ ഇതൊരു കമ്പാരിറ്റീവ്ലി ചെറിയ റാങ്ക് ലിസ്റ്റാണ്. മെയിൻ ലിസ്റ്റിൽ ആകെ 60 പേരേ ഉള്ളൂ. കഴിഞ്ഞ ഉടനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർ, ഏകദേശം പകുതി ആൾക്കാരെ എന്തുള്ളൂ മെയിൻ ലിസ്റ്റിലുള്ളൂ. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 83 പേരുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള 11 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തം 154 പേരാണുള്ളത്. 63.67 ആണ് മെയിൻ ലിസ്റ്റിലുള്ള ലാസ്റ്റ് ആളുടെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫൈനൽ കീ വെച്ചിട്ടൊക്കെ നിങ്ങൾ ഏകദേശം നിങ്ങളുടെ മാർക്കൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ താഴെയാണ്, അല്ലെങ്കിൽ ജസ്റ്റ് കട്ട് ഓഫിൽ അടുത്ത് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ല, അതെനിക്ക് കിട്ടില്ല അല്ലെങ്കിൽ എന്നൊക്കെ വിചാരിച്ച് ഇനിയിപ്പോൾ ഇൻ്റർവ്യൂ ഞാൻ എന്തിനാണ് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ ആലോചിക്കുന്നുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മാർക്ക് എത്ര കുറവാണെങ്കിലും ഈ ഇൻ്റർവ്യൂവിൽ കിട്ടുന്ന 1-2 മാർക്ക് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിനെ, അതായത് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റിനെ, അതായത് ജോലി കിട്ടാനും കിട്ടാതിരിക്കാനും ഒക്കെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ ഉള്ള കിട്ടുന്ന ഓരോ മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ചിലപ്പോൾ ഒരു മാർക്കല്ല, ഒരു മാർക്കിനേക്കാൾ താഴെ ഡെസിമൽ പോയിന്റ്സ് പോലും നിങ്ങളുടെ റാങ്കിനെയും നിങ്ങളുടെ അപ്പോയിൻമെൻറ്റിനെയും പ്രൊമോഷനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ വിത്ത് ഫാക്ട്സ് പറയുന്നുണ്ടാവും. നോക്കാം നമുക്ക്. വൈ എവറി സിംഗിൾ മാർക്ക് കൗണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 to 2 മാർക്സ് ഇൻ ഇൻ്റർവ്യൂ ക്യാൻ ഡിസൈഡ് യുവർ ഫ്യൂച്ചർ. ശരിക്കും പറഞ്ഞാൽ ഇത് കറക്റ്റ് അല്ല. ഒരു മാർക്ക് പോലും വേണ്ട. നിങ്ങൾ നോക്കുക, ഇവിടെ കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതായത് 2022 റാങ്ക് ലിസ്റ്റാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഒരാൾക്ക് ഒരു 50 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, മറ്റൊരാൾക്ക് 50.1298 മാർക്സ് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ആൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി ഏകദേശം 1 വർഷവും 3 മാസവും കഴിഞ്ഞിട്ടായിരിക്കും ഈ മാർക്കുള്ള ഒരാൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് എടുക്കുക, അപ്പോയിൻമെൻറ്റ് ചാർട്ട് വെച്ചിട്ട്, ഇതെല്ലാം PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാനിത് എടുത്ത് പറയുന്നത് ആദ്യമായിട്ട് ഒരു റാങ്ക് ലിസ്റ്റ് വന്ന ഒരാളാണെങ്കിൽ, ആദ്യമായിട്ട് PSCക്ക് പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ ഈ ഡേറ്റ് എല്ലാം PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ നോക്കാം, കമ്പയർ ചെയ്യുക. 1 മണിക്കൂർ നിങ്ങൾ ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഒരു അനാലിസിസ് നടത്തുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഞാൻ ഈ പറയുന്നതിനേക്കാൾ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ്റർവ്യൂ പ്രിപ്പറേഷനേക്കാൾ ഉപരി ഇൻ്റർവ്യൂവിന് കിട്ടുന്ന ഓരോ മാർക്കും നിങ്ങളുടെ ഫ്യൂച്ചറിനെ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ആ അപ്പോയിൻമെൻറ്റ് ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പോയിന്റ് ക്ലിയർ ആണോ? ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ്, നിങ്ങൾക്ക് എന്നെക്കാൾ നിങ്ങൾ വെൽ ഇൻഫോംഡ് ആയിരിക്കും, നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് അറിയാം എത്ര വേക്കൻസീസ് ഇപ്പോൾ തന്നെ ഉണ്ട്. ഏകദേശം 20ഓളം വേക്കൻസീസിൽ ഇപ്പോൾ തന്നെ ഉണ്ട് അല്ലേ. ഏകദേശം 10 HOD റിട്ടയർമെൻറ്റ് വേക്കൻസീസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇനി 2027, 28, 29 വരുന്ന റിട്ടയർമെൻറ്റ് വേക്കൻസീസും നിങ്ങൾക്ക് ഇതേ റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ 60 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, 83 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട്, 154 പേരാണുള്ളത്. ഇതിൽ നല്ലൊരു ശതമാനം ആൾക്കാർക്കും അല്ലെങ്കിൽ മെജോറിറ്റി ആൾക്കാർക്കും ജോലി കിട്ടാനുള്ള സാധ്യതയാണുള്ളത്, പ്രൊവൈഡഡ് നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റിൽ ടോപ്പിൽ വരാൻ. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെങ്കിലും അതിൽ ടോപ്പ് വരാനായിട്ട് നിങ്ങളുടെ ഓരോ മാർക്കും നിങ്ങളെ അക്കൗണ്ട് എത്തിക്കുന്നത് നിങ്ങളുടെ ജോലിയോട് ഏറ്റവും അടുത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്, ഈച്ച് ആൻഡ് എവറി മാർക്കിന് വേണ്ടി നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെയും സ്ട്രഗിൾ ചെയ്യുക, എഫേർട്ട് എടുക്കുക, പ്രിപ്പയർ ചെയ്യുക. അതെങ്ങനെ വേണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്തോളൂ. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു ക്ലോസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കമ്പൈൻഡ് ആയിട്ടൊരു അനാലിസിസ് നടത്തി എങ്ങനെ ഇൻ്റർവ്യൂ ക്വസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യണം. ആ ഇൻ്റർവ്യൂ ചില ആൾക്കാർ കുറച്ച് ഇൻട്രോവേർട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് ഒരു ടെൻഷനൊക്കെ ഉള്ളവരായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം 1 മാസത്തെ സമയമുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം മാർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ മാക്സിമം ആ ഇൻ്റർവ്യൂവിന് കിട്ടുന്നത് 14 മാർക്കാണെങ്കിൽ ആ 14 മാർക്കും സ്കോർ ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാം വേക്കൻസിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന റിട്ടയർമെൻറ്റ് വേക്കൻസീസ്, പുതിയ പോളിടെക്നിക് കോളേജസ് വരുന്നുണ്ട്, പുതിയ ട്രേഡുകൾ ഓപ്പൺ ആവുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് തന്നെ വരാൻ സാധ്യതയുള്ള വേക്കൻസീസ്, അതായത് പുതിയ പോസ്റ്റുകൾ, ഇനി വരാൻ പോകുന്ന വേക്കൻസീസ് 20ഓളം വേക്കൻസീസ് ഇപ്പോൾ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് HOD റിട്ടയർമെൻറ്റ് വേക്കൻസീസ് 2027, 28, 29 വരാൻ പോകുന്ന റിട്ടയർമെൻറ്റ് വേക്കൻസീസ്, ഇതെല്ലാം പോകാൻ പോകുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. ഇനി ചിലപ്പോൾ ഈ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ 2030 വേക്കൻസീസ് പോലും ചിലപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയേക്കാൻ നമുക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഇത്രയും
വേക്കൻസീസ് വരാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും പോവുക. അവിടെ തന്നെ നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞത്, എപ്പോൾ നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് വരെ അപ്പോയിൻമെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൈലമയിൽ ഇരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു മാർക്കെങ്കിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പോയിന്റ് മാർക്ക്, ഇപ്പോൾ ഒരു 0.5 മാർക്കെങ്കിലും കൂടുതൽ കിട്ടാനായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിന് വേണ്ടി ശ്രമിക്കുക. ലാസ്റ്റ് മിനിറ്റ് വരെ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് ഈ റിട്ടേൺ എക്സാമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ബിടെക്കിലെ മാർക്കിലൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇൻ്റർവ്യൂവിലെ മാർക്കാണ്. അതിന് ഒരു മാർക്കെങ്കിൽ ഒരു മാർക്ക് സ്കോർ ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ റാങ്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോയിൻമെൻറ്റിലേക്ക് കൂടുതൽ അടുത്ത് എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ വേണ്ട ആൾക്കാരും ആരാണ്? സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, കളയരുത്. സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെന്ന് കരുതി പഠിക്കാതിരിക്കരുത്. ഇൻ്റർവ്യൂവിന് പറ്റുന്ന അത്രയും മാർക്ക് മേടിച്ചിട്ട് സപ്ലിമെൻ്ററി ലിസ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ കാറ്റഗറി വൈസ് ഏറ്റവും ടോപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക. പോയിന്റ് ക്ലിയർ ആണോ? ഇനി ഈ ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു അക്കാഡമി പോയിന്റ് ഓഫ് വ്യൂവിൽ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തരിക എന്നുള്ളതാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് കേൾക്കാം. അതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോർ ടെക്നിക്കൽ റിഫ്രഷർ മോഡ്യൂൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ്സസ്, അതായത് നമ്മുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകൾ, അത് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തിയറി ക്ലാസ്സുകളൊന്നുമല്ല. കാരണം അത് ഓൾറെഡി കഴിഞ്ഞതാണ്. കാരണം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നു. ആ എക്സാംസ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസും അതെല്ലാം നിങ്ങൾക്ക് അറിയാം. ആ കോൺസെപ്റ്റ്സ് ഒക്കെ അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഷോർട്ട് ലിസ്റ്റഡ് ആയത്. അപ്പോൾ ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഉള്ളതിനേക്കാൾ ഉപരി ഒരു ഇൻ്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ആ ഒരു രീതിയിലുള്ള കോർ ടെക്നിക്കൽ സബ്ജക്ട്സിൻ്റെ റിഫ്രഷർ മോഡ്യൂൾസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. കോൺസെപ്റ്റ് ബേസ്ഡ് ഇൻ്റർവ്യൂ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ബേസ് ക്ലാസ് നമ്മൾ ഓൾറെഡി തന്നെ തിയറിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തൊരു കോഴ്സ് ഉണ്ട് അല്ലേ. ലെക്ചറിന് ഇലക്ട്രോണിക്സിന് വേണ്ടി നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസും ഈ എക്സാംസ് ഓൾറെഡി ഇതിനു മുമ്പ് ക്വാളിഫൈ ചെയ്ത ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. എഗെയിൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തിയറി ക്ലാസ് അല്ല ഈ തന്നിരിക്കുന്നത്. ഇത് ഇൻ്റർവ്യൂവിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന, ക്യൂറേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകളാണ്. അത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് തരിക. ഇത് ബേസ് ക്ലാസ്സും അതുപോലെ തന്നെ എക്സാംസും നിങ്ങൾക്ക് ക്വസ്റ്റൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും, ചില പല കുട്ടികളും നമ്മളിത് റിക്വസ്റ്റ് ചെയ്യുന്നു, ക്വസ്റ്റൻസ് ഒക്കെ ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ എക്സാംസ്, നമ്മുടെ നേരത്തെ ഉള്ള കോഴ്സിലുള്ള എക്സാംസും ബേസ് ക്ലാസ്സസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. ഈ ഇൻ്റർവ്യൂ കോഴ്സ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റർവ്യൂ ഗൈഡൻസ് ക്ലാസ്, നമ്മുടെ ബേസ് ക്ലാസ്സസ് ഫോർ റെഫറൻസ്, എക്സാംസ് ഫോർ റെഫറൻസ്, ഇത് ഇത്രയായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഈ റിഫ്രഷർ മോഡ്യൂൾസും ഈ ഇൻ്റർവ്യൂ ക്ലാസ്, അതായത് ഇൻ്റർവ്യൂ ക്വസ്റ്റൻ ഡിസ്കഷൻസ് ഒക്കെ കിട്ടുക. പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ നമ്മുടെ ഇൻ്റർവ്യൂവിലെ ക്ലാസ്സസ് വരുന്നത് ഒരു ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ടാവും. നമ്മുടെ വളരെ സീനിയർ ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ്, ഓരോ സബ്ജക്ട് വൈസ് കോർ സബ്ജക്ട്സിൻ്റെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യേണ്ടത്, ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ഇൻ്റർവ്യൂ, അതായത് ഇൻ്റർവ്യൂവിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അറിയാത്ത ക്വസ്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ, ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റൻസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഇൻ്റർവ്യൂവിന് ചോദിക്കുക, അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ റിഫ്രഷർ മോഡ്യൂൾസ് അല്ലെങ്കിൽ കോർ ടെക്നിക്കൽ ഇൻ്റർവ്യൂ ക്ലാസ്സസ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് ഉപകാരപ്പെടുത്താം. പോയിന്റ് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ എവറി മാർക്ക് കൗണ്ട്സ്. അതാണ് ഇവിടെ എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാനുള്ളത്. ഓരോ മാർക്കിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് ഇടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ പാനലിൽ ആ 3 പാനൽ ഉണ്ടാവും, ഒരു റൂം ഉണ്ടാവും. ആ റൂമിൽ നിന്ന് ഇറങ്ങുന്ന വരെയും നിങ്ങൾ പ്രിപ്പറേഷൻ മോഡിലായിരിക്കണം. അതുവരെ നിങ്ങൾ ഇടുക. എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിന് വേണ്ടി താല്പര്യമുള്ളവരായിരിക്കും ഈ എക്സാം എഴുതിയത്, ഷോർട്ട് ലിസ്റ്റഡ് ആയത്. അപ്പോൾ എന്തായാലും ആ ജോലി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അത് എത്രയും പെട്ടെന്ന് കിട്ടാനായിരിക്കും ഓരോരുത്തരും ആഗ്രഹിക്കുക. സോ എവറി മാർക്ക് കൗണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി ആലോചിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇൻ്റർവ്യൂ ഗൈഡൻസ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഓഫീസുമായി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഭാഗമാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വൺസ് അഗൈൻ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഇൻ്റർവ്യൂ. മാത്രമല്ല ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടുകൂടി തന്നെ ഇൻ്റർവ്യൂവിനെ ഫേസ് ചെയ്യുക. ടെൻഷനോടെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ 100 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന 100% ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനല്ല, ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കോടുകൂടി നമ്മളൊരു ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ആയിരിക്കും. പിന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ എങ്ങനെയാണ്, കാരണം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരാണ് അല്ലേ. ലെക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഉദ്യോഗത്തിൽ അടുത്ത ജനറേഷനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടോ ഇതെല്ലാം നമ്മുടെ ഇൻ്റർവ്യൂവിലെ മാർക്സ് ആയിട്ട് വീഴുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു PSC ഇൻ്റർവ്യൂ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അതിനൊക്കെ വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ടൈമായിട്ട് ഇനിയുള്ള 1 മാസം കണക്കാക്കുക. ഓക്കെ, അപ്പോൾ വൺസ് അഗൈൻ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.